അപ്പോൾ അതാ ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ ചാളത്തോരനാണ് ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് മീൻ കറിയാ? ഇത് സ്പെഷ്യലായിട്ട് കൊടുക്കണ മീൻ കറിയാ? ആ, തേങ്ങാപ്പാലില് കൊടമ്പുളി ഇട്ട് വെച്ച തേങ്ങാപ്പാൽ ചേർത്ത മീൻ കറി ഇന്നത്തെ സ്പെഷ്യല്. 1958 തുടങ്ങിയത് അച്ഛനായിരുന്നു. അച്ഛന് ശേഷം അച്ഛൻ 71 പോയതിനു ശേഷം ചേട്ടനാണ് മൂത്ത ചേട്ടന്. ഞാനും അനിയനും കൂട്ടയും ഇവിടെ തന്നെ ഉണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ എല്ലായിടത്തും ഗ്യാസിൻ്റെ പ്രശ്നം അതൊരു വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. പലയിടത്തും ഹോട്ടലുകളൊക്കെ അടച്ചു. പക്ഷേ ചില ഇടങ്ങളിലൊക്കെ ഇപ്പോൾ സൗകര്യങ്ങളൊക്കെ ഉള്ളിടത്ത് അവർ ഗ്യാസിനെ അവിടെ മാറ്റി വെച്ചിട്ട് വിറകടുപ്പൊക്കെ കൂട്ടാൻ തുടങ്ങി. ശരിക്കും മലയാളികളെ നമ്മളങ്ങനെയൊന്നും തോൽപ്പിക്കാൻ പറ്റൂല എന്നുള്ളൊരു സാധനം. വീടുകളിലും എല്ലാവരും തന്നെ വിറകടുപ്പൊക്കെ വെച്ച് തുടങ്ങി. അപ്പോൾ ഇവിടെ വഞ്ചിയൂരാണ് ഞാൻ നിൽക്കുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ കൈതമുക്കിൽ ധന്യ ഹോട്ടൽ. ഒരുപാട് വർഷത്തോളമായി ഇവിടുത്തെ അപ്പൂപ്പൻ പിന്നെ അച്ഛൻ ഇപ്പം മക്കളെല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഇങ്ങനെ വന്നു. അതായത് ഗ്യാസ് ക്ഷാമം വന്നതിനെ തുടർന്നിട്ട് അടുപ്പ് പൂട്ടി വിറക് വെച്ച് ഭക്ഷണം പാചകം ചെയ്യുക. ഒരു ദിവസം പോലും ഇവർ കട അടച്ചിട്ടിട്ടില്ല. ഇപ്പോഴും ഭക്ഷണമൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചിക്കൻ തോരനാണ് ഇവിടുത്തെ സ്പെഷ്യൽ. വാഴയിലയിലാണ് ഊണൊക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ ഊണിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം മീനിൻ്റെ തോരൻ കാണിച്ചു തന്നില്ലേ, അത് റെഡിയായി വരണേ ഉള്ളൂ കേട്ടോ. മീൻ വെന്ത് വരണേ ഉള്ളൂ. അപ്പോൾ ഇവിടെ മീൻ വറുക്കാനും എല്ലാ കറിക്കും വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങളെയൊക്കെ ചെറുപ്പത്തിലും ഉണ്ട് ഈ കട അല്ലേ? എത്ര വർഷം ഓർമ്മയുണ്ടാ? കൃത്യമായിട്ട് പറഞ്ഞാൽ 1958 തുടങ്ങിയത് അച്ഛനായിരുന്നു. അച്ഛന് ശേഷം അച്ഛൻ 71 പോയതിനു ശേഷം ചേട്ടനാണ് മൂത്ത ചേട്ടന്. ഞാനും അനിയനും കൂട്ടയും ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങളാണ് ഇപ്പൊ നടത്തുന്നത്? ചേട്ടൻ 3 മാസം കൊണ്ട് വരുന്ന സുഖമില്ലാത്ത വീട്ടിൽ ഇരിക്കുകയാണ്. ചേട്ടൻ തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ചെറുപ്പത്തിലേ മുതലുള്ളതാ അല്ലേ? അന്ന് ഇവിടെയല്ല, അന്ന് ഇവിടെ തന്നെയല്ലല്ലോ? ഇവിടെ തന്നെയായിരുന്നു. അന്ന് വെജ് മാത്രമായിരുന്നു ആദ്യം തുടക്കം അച്ഛനുള്ള സമയത്ത് വെജ് മാത്രമേ ഉണ്ടായിരുന്നു. അതിനുശേഷം നോണും കൂടെ ആയി. ചിക്കൻ തോരനാണ് സ്പെഷ്യൽ അല്ലേ? ഇവിടെ ഞായറാഴ്ച ആയാലും അവധിയൊന്നുമില്ല? ഇല്ല, ഞായറാഴ്ച ഉണ്ട്. തുറക്കും. എത്ര മണിക്കാ രാവിലത്തെ ഭക്ഷണം? രാവിലെ 6 മണിക്ക് റെഡിയാവും. ഇനി വൈകുന്നേരോ? 9-9 മണി വരെ ഉണ്ട്. രാത്രി കഞ്ഞിയാണ് മെയിൻ. കഞ്ഞി കുടിക്കാൻ വരുന്ന ആളുകളില്ലേ? അപ്പൊ സ്ഥിരമായിട്ട് ഉണ്ട്, സ്ഥിരം ആൾക്കാരുണ്ട്. കഞ്ഞി കിട്ടുന്ന സ്ഥലങ്ങൾ കുറവല്ലേ ഇവിടെയൊക്കെ? നമ്മള് ഇത് ഒരു ദിവസം പോലും അടച്ചിട്ടില്ല. ഗ്യാസിന്റെ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. എല്ലാ ദിവസവും ഉണ്ട്. പകര സംവിധാനം കണ്ടുപിടിച്ച് പകരം വിറകിന്റെ സംവിധാനം കണ്ടു. അതിനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് നടക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ പാടാം. അതെ, നമുക്ക് അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യൂലേ? വലിയ ബുദ്ധിമുട്ടാണ്. എത്ര രൂപയ്ക്കാ ഊണ് കൊടുക്കണേ? കഴിക്കാൻ 70, പാഴ്സൽ 80. തോരനോ? ചിക്കൻ തോരൻ ഫുള്ളാണ് 180, ഹാഫ് 90. ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ് കേട്ടോ ഇത്. മുളക് അച്ചാർ. നമ്മൾ പല സൈസ് അച്ചാറുകൾ കണ്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഇവിടെ മുളക് അച്ചാർ കിട്ടും. എനിക്ക് തോരൻ മതി. ഒരു ചിക്കൻ തോരനും വേണം, ഒരു മത്തി തോരനും വേണം. ഇത് ചിക്കൻ തോരൻ, ചാള. അപ്പം അതേ ഊണ് കിട്ടി. നല്ല ചൂട് ചോറ് വാഴയിലയിലാണ്. സാമ്പാറാണ് കേട്ടോ ഒഴിച്ചത്. പിന്നെ അല്ലാതെ പുളിശ്ശേരി വേണമെങ്കിൽ അതും, രസമാണെങ്കിലും ഒക്കെ ഉണ്ട് ഒഴിക്കാൻ വേണ്ടി. പച്ചമോരും കൂടെ ഉണ്ടാവാറുണ്ട്, ഇന്നിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. കാരണം ഇതിൻ്റെ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഈ സ്റ്റൗവിൽ ചെയ്യുമ്പോൾ ഉള്ള അത്രയും ഫാസ്റ്റ് അല്ലല്ലോ. വിറകടുപ്പിൻ്റെ അകത്തുള്ള ആ ഒരു സാധനം ഉണ്ട്. 4 അടുപ്പ് കൂട്ടിയിട്ട്, എന്നാലും ഇച്ചിരി നേരം വൈകി. 12 മണിയൊക്കെ ആയിട്ടോ. നല്ല സാമ്പാർ എന്ന് വെച്ചാൽ സദ്യയുടെ സാമ്പാറില്ലേ വെക്കണ ചേട്ടനില്ലേ, ചേട്ടനാണെങ്കിൽ ഒരുപാട് വർഷം ഇവിടെ തന്നെ വർഷമായിട്ടുണ്ട്. അത് കൂടാതെ പുള്ളി സദ്യക്ക് വെക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ ആ ഒരു സാമ്പാർ കഴിക്കുമ്പോൾ ശരിക്കും സദ്യയിൽ സാമ്പാർമാരുണ്ട്. ഉപ്പ് സാമ്പാർ. നമ്മൾ സ്പെഷ്യലായിട്ട് മേടിച്ചിട്ടുള്ളത് ചാള തോരൻ, ഇതാദ്യം കാണിച്ചു തന്നില്ലേ, അതും പിന്നെ ചിക്കൻ തോരൻ. പിന്നെ നമ്മളൊരു മീൻ കറിയും കൂടെ സ്പെഷ്യൽ മേടിച്ച്, അത് തേങ്ങാപ്പാലൊക്കെ ചേർത്ത മീൻ കറിയാണ്. ഇതാ പച്ച തീയൽ എന്നാണ് ഇവിടെ പറയുക. അതായത് നമ്മുടെ പച്ചക്കറി സാധനങ്ങളൊക്കെ ചേർത്തിട്ട് പച്ചത്തേങ്ങ അരച്ച് വയ്ക്കും, അതിനെയാണ് പച്ചത്തീയൽ എന്ന് പറയാം. ചേനയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. കൊള്ളാം. പക്ഷേ ചെറുതായിട്ട് പുളിയും കൂടെ പിഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളവിടേക്കൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ഒരു സാധനം. നമ്മളവിടെ വെക്കും, പക്ഷെ അതിൻ്റെ കൂടെ പരിപ്പുണ്ടാവും. പരിപ്പിടാതെ ഇങ്ങനെ വെക്കൂല.
അപ്പോൾ നമ്മൾ പല കടയിൽ ചെല്ലുമ്പോൾ അവിടെ വിറകടുപ്പായിരിക്കും. പക്ഷേ എവിടെയെങ്കിലും പേരിൽ എന്തെങ്കിലും മീൻ വറക്കണതെങ്കിലും സ്റ്റൗവിലായിരിക്കും മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ. ഇവിടെ പക്ഷേ ഇന്നത് ഈ വെച്ചിരിക്കണം എല്ലാ സാധനം, ചോറ് ഉൾപ്പെടെ ഈ കറികളെല്ലാം വിറകടുപ്പിൽ തന്നെയാണ്. കാരണം ഗ്യാസിൻ്റെ ഒരു രൂക്ഷമായതുകൊണ്ട്. ശരിക്കും ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക്, അതായത് ഈ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇവിടുത്തെ ശ്രീധന്യ എനിക്ക് മെസ്സേജ് അയക്കുമായിരുന്നു, ഇങ്ങനെ ഒരു കടയുണ്ട്, ഇത്രയും വർഷം എത്തിയതാ, അപ്പൂപ്പനും അച്ഛനും ഒക്കെ നടത്തിയതാ, ഒന്ന് വരുമോ എന്നൊക്കെ ചോദിച്ച്. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ കടയെ പറ്റി അറിയണത്. എൻ്റെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഞാനൊരു 6-7 വർഷം കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ, ഇവിടേക്ക് അങ്ങനെ ഞാൻ വന്നിട്ടുമില്ല. അപ്പോൾ ഇങ്ങനൊരു കട എനിക്ക് ഇത്രയും വർഷമായിട്ടൊന്നും അറിയില്ലായിരുന്നു. ഏറ്റവും പ്രധാനത്തിൽ ഈ ചിക്കൻ തോരനാണ്, പിന്നെ രാത്രിയിലത്തെ കഞ്ഞി. അതന്വേഷിച്ച് വരുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അത്ര രാത്രി കഞ്ഞി കുടിക്കാൻ ഇഷ്ടമുള്ളവർ. അപ്പോൾ ഇവരതുകൊണ്ട് ഒരു ദിവസം പോലും അടച്ചില്ല. കുറേ മനുഷ്യരുടെ സ്ഥിരം ഭക്ഷണത്തിന് തേടി വരുന്നവരുണ്ടല്ലോ, അങ്ങനെ ഇവിടേക്ക് എത്തുന്നത്. അതും ഒക്കെ കഴിഞ്ഞാണ് ഗ്യാസിൻ്റെ ഇഷ്യൂ വരുന്നതും. അപ്പോൾ പത്രത്തിൽ ഇങ്ങനെ വാർത്ത വരുന്നത്, അത് എനിക്ക് ശ്രീധന്യ അതെനിക്ക് ഷെയർ ചെയ്തു, ഇങ്ങനെ അടുപ്പ് കൂട്ടുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലെ കുറേ സ്ഥലങ്ങളിൽ വിറകടുപ്പൊക്കെ വീണ്ടും തുടങ്ങി. പണ്ട് കാലത്ത് ഉണ്ടായിരുന്നതൊക്കെ നിർത്തിവെച്ചവർ വീണ്ടും തുടങ്ങി. വേറെ ഒരു നിർവാഹമില്ല, എന്ത് ചെയ്യും, കട കൂട്ടിയിടാൻ പറ്റുമോ? എത്രയോ മനുഷ്യരുടെ ജീവിത ഉപാധിയാണ് ഇത്. കട നടത്തുന്നവർ മാത്രമല്ല, കടയിൽ 1, 2, 3 ഒക്കെ സ്റ്റാഫുള്ള സ്ഥലങ്ങളിൽ അവരും വർഷങ്ങളായി ഇതുകൊണ്ടാവും കഴിഞ്ഞു പോവുക. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഒറ്റയടിക്ക് അടച്ചിടലും ഒട്ടും പ്രായോഗികമല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇച്ചിരി മീൻകറിയും കൂടെ ഒഴിച്ച് കഴിച്ചു നോക്കാം. ഇതാ മുരിങ്ങക്കായൊക്കെ ഇട്ട മീൻകറി അല്ലേ, തിരുവനന്തപുരം സ്പെഷ്യൽ കുടംപുളി. പക്ഷേ ഇത് കുടംപുളിയാണ് കേട്ടോ, കുടംപുളി ഇട്ട മീൻകറിയാണ്. ഇതാ തിരുവനന്തപുരത്തെ മീൻകറിയിൽ അങ്ങനെ കുടംപുളി അധികം കാണാറില്ല, പക്ഷെ ഇവിടെ കുടംപുളി ഇട്ടതാ. ഒന്നും പറയാനില്ല, കാരണം ആ തേങ്ങാപ്പാലിൻ്റെ ഒരു സ്വാദം അതിൽ കിടന്നാണ് ആ മീൻ കഷ്ണം വെന്ത് വരുന്നത്. ഒരൊറ്റ അവസാനം ആ 1-ാം പാലും കൂടെ ഒഴിച്ച് നിങ്ങൾ വാങ്ങി വെച്ച്. അതിപ്പോൾ ചോറിൻ്റെ കൂടെ അല്ലേ, ഇത് അപ്പത്തിൻ്റെ കൂടെ ആയിട്ട് നല്ല രസമല്ലോ. ശരിക്കും ഈ മീൻകറിയുടെ ചാറ് മാത്രം മതി കേട്ടോ ചോറിന്. പിന്നെ സ്വാദം നമ്മൾ സ്പെഷ്യൽ മെഡിസിൻ ഒന്നും തൊട്ടിട്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നുള്ളത്. ഇതാണ് തിരുവനന്തപുരത്തുകാരുടെയും കാസർഗോഡുകാരുടെ സ്പെഷ്യൽ ചിക്കൻ കറി. ഇപ്പോൾ തിരുവനന്തപുരം സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ, എല്ലാവരും പറയല്ലേ കാസർഗോഡ് കൊണ്ടെന്ന്. കുറച്ച് സ്പൈസസിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുന്ന ചിക്കൻ കറി. പക്ഷേ സാധാരണ നമ്മൾ പോകുന്നതിനെ അപേക്ഷിച്ച് തേങ്ങ കുറവാണ്. ഇതിൽ തേങ്ങ നിറയെ ഉണ്ടാവും. തേങ്ങയുടെ ഒരു അരപ്പിൽ ഇങ്ങനെ പെരണ്ട് കിടക്കുമായിരിക്കും ചിക്കൻ. ഇതിന് പക്ഷെ അത്രയ്ക്ക് തേങ്ങയില്ല, തേങ്ങ കുറവാണ്, ചിക്കനാണ് കൂടുതൽ. ഇതാണ് നമ്മുടെ ചാള മീൻ കൊണ്ടുള്ള തോരൻ. നെത്തോലീൻ്റെ തോരനൊക്കെ നമ്മൾ ഇഷ്ടംമാതിരി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇത് പക്ഷെ ചാളയാണ്. കഴിച്ചു നോക്കട്ടെ, ആദ്യമായിട്ട് കഴിക്കണോണ്ട് എങ്ങനെയുണ്ടെന്ന് അറിയില്ല. കൊള്ളാം. ഇത് നെത്തോലി പീരയുടെ സ്വാദല്ല, കുറച്ച് വ്യത്യാസമാണ്. പക്ഷെ എന്നാൽ നമ്മൾ മീൻകറി കഴിക്കണതോ മീൻ വറുത്തത് കഴിക്കണതോ ഒന്നും ആയിട്ടുള്ളൊരു സ്വാദമില്ല. ഇഞ്ചിയുടെ ഒക്കെ ഒരു സ്വാദം മുന്നിട്ട് നിൽക്കും. ഇഞ്ചിയും വെളുത്തുള്ളി കൊള്ളാം. ഈ ഒരു ഏരിയയിൽ കുറേ കടകളൊക്കെ ഇപ്പോൾ അവധിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഇരുന്നവരെല്ലാം ഇങ്ങനെ അന്വേഷിച്ച് വരുമല്ലോ. ഉച്ച സമയത്ത് പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്നേ, പല പല ജോലിക്ക് വരുന്നവരും. അതുപോട്ടെ, ഇപ്പോൾ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ കുറേ മനുഷ്യരുണ്ട്. അവർ ഹോട്ടലിൻ്റെ മുമ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഭക്ഷണം തരുമോ, അല്ലെങ്കിൽ നമ്മളടുത്ത് നമ്മളിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തന്നപ്പോൾ ഒരു സ്വാമി പോലെ ഇങ്ങനെ ഇട്ട ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഭക്ഷണം മേടിച്ച് തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളെപ്പോലെ വഴിയിൽ കാണുന്നവരൊക്കെ മേടിച്ച് കൊടുക്കുന്നത് പലപ്പോഴും ഹോട്ടലിൽ നിന്നായിരിക്കും. അപ്പോൾ ഹോട്ടലുകളില്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ് അത് ആ തരത്തിൽ നിൽക്കുന്ന ആളുകൾക്ക്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലെ ഭക്ഷണം കൊണ്ടുപോയി കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. അങ്ങനെ ഒരുപാട് പേരുടെ ഒരു ആശ്രയമാണ് ഇപ്പോൾ ഈ ധന്യ ഹോട്ടൽ. ഇപ്പോൾ ശ്രീധന്യയുടെ അച്ഛൻ്റെ പേര് രാജശേഖരൻ നായർ എന്നാണ്. അദ്ദേഹം ഇപ്പോൾ വയ്യാതെ കിടപ്പിലാണ്. അപ്പം അല്ലെങ്കിൽ അച്ഛനും കൂടിയാണ് ഇവിടെ കടയിൽ നിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛന് വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ കൊച്ചന്മാരും ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് കട നടത്തുന്നത്. അപ്പോൾ ഇത്രയും വർഷത്തെ ഒരു പാരമ്പര്യം 58-ലാണ് തുടങ്ങിയത്. ഓർമ്മ പറഞ്ഞുണ്ടോ? അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ 58-ലാണ് കട തുടങ്ങിയത്. അന്ന് തുടക്ക സമയത്ത് വെജ് മാത്രമാണ് കൊടുത്തിരുന്നത്. പിന്നീട് അങ്ങനെ കാലം മാറുന്നതനുസരിച്ച് എല്ലാം മാറി മാറി വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നോൺ വെജ് എന്ന് പറയാൻ മീൻ ഐറ്റംസും ചിക്കൻ തോരനും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഓൾറെഡി ഉണ്ട്. ധന്യ ഹോട്ടൽ വഞ്ചിയൂർ എന്ന് പറയുമ്പോൾ തന്നെ ലൊക്കേഷൻ ഓൾറെഡി വരുന്നുണ്ട്. പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം.